കമ്മ്യൂണിസം മതവിരുദ്ധമല്ല പൗരോഹിത്യ വിരുദ്ധമാണ് എന്ന ഒരു പുതിയ വ്യാഖ്യാനം പല ആളുകളും ഇപ്പോൾ പറഞ്ഞു കാണുന്നു. അതിനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്നുകിൽ അവർ കമ്മ്യൂണിസത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മതവിശ്വാസികളെ കമ്മ്യൂണിസത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് മതവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ മതവിശ്വാസികളെ കിട്ടുകയില്ല എന്ന പേടി കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു വ്യാഖ്യാനം. കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യന്മാർ പറഞ്ഞു വെച്ച, തുടക്കം മുതലേ പറഞ്ഞു വെച്ച അവരുടെ വാക്കുകളും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ പ്രഭാഷണങ്ങളും പരിശോധിക്കുന്ന ഏതൊരാൾക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന കാര്യമാണ് കമ്മ്യൂണിസം മതവിരുദ്ധമാണ്, അല്ലാതെ പൗരോഹിത്യ വിരുദ്ധമല്ല. മതം പോലും പൗരോഹിത്യത്തിൻ്റെ നിർമ്മിതിയാണ് എന്നാണ് അവർ പറഞ്ഞത്. പൗരോഹിത്യമാണ് മതത്തെ ഉണ്ടാക്കിയത്. ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പൗരോഹിത്യം ഉണ്ടാക്കിയ ഒരു അവരുടേതായ ആദർശം മാത്രമാണ് മതമെന്നും, അല്ലാതെ മതത്തിൽ പിന്നീട് കടന്നുകൂടിയതാണ് പൗരോഹിത്യം എന്നുള്ള നിലക്കല്ല അവർ പറഞ്ഞിട്ടുള്ളത്. പൗരോഹിത്യത്തിൻ്റെ നിർമ്മിതിയാണ് മതം എന്നുള്ളതാണ്. മാത്രമല്ല കമ്മ്യൂണിസം പറയുന്നത് ഞങ്ങളുടെ അടിസ്ഥാനം മെറ്റീരിയലിസമാണ്, ഭൗതികവാദമാണ്. ഭൗതികവാദം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിനോ മതത്തിനോ മരണാനന്തര ജീവിതത്തിനോ യാതൊരു സ്ഥാനവുമില്ല. ഭൗതികമായി കാര്യങ്ങളെ വീക്ഷിക്കലാണ്. അതുകൊണ്ട് കമ്മ്യൂണിസം ഭൗതികവാദമാണെന്നും ഈശ്വരവിശ്വാസം കമ്മ്യൂണിസ്റ്റുകൾക്ക് പാടില്ല എന്നും കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യന്മാർ എഴുതി വെച്ചത് ഈ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങളിൽ സംസാരങ്ങളിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസം ബേസിക്കലി മതവിരുദ്ധമാണ്. ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള പൗരോഹിത്യത്തിൻ്റെ ആയുധമാണ് മതമെന്നും, മതത്തെ ഇല്ലായ്മ ചെയ്താലേ ചൂഷണത്തെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് മതവിശ്വാസങ്ങളെ തകർത്തെറിയണം എന്ന് ശക്തമായി വാദിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്നുള്ളത്, മാർക്സിസം എന്നുള്ളത്. അതുകൊണ്ട് വ്യക്തമായി വായിച്ച് പഠിക്കണമെന്നാണ് ഇത്തരം വാദങ്ങൾ പറയുന്ന സുഹൃത്തുക്കളോട് മാന്യമായി ആവശ്യപ്പെടുന്നത്.